കേരളത്തിലെ 15% പേരാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വ്യാജവാർത്ത പരത്തുന്നത്. അതിൽ 49% പേര് അറിയാതെ ഈ വ്യാജവാർത്ത ഷെയർ ചെയ്യുന്നു. ഏകദേശം 36% വ്യാജവാർത്ത ടോട്ടൽ കേരളത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ 49% പേര് ഷെയർ ചെയ്യുന്ന വ്യാജവാർത്ത ഏകദേശം 71% ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കാണുന്നു. ഇനി 44% പേരാണ് സോഷ്യൽ മീഡിയയെ ട്രസ്റ്റ് ചെയ്യുന്നത്. 33% വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വരുന്നതിൽ തെറ്റിദ്ധാരണ പരത്തുന്നവയാണ്. ഈ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ 40 വയസ്സിലും മുകളിലേക്ക് എത്തുന്നവരിൽ അത് കൂടുതലും ഈ വ്യാജ ന്യൂസ് പോർട്ടലുകൾ വഴിയാണ്. കൂടുതലും അറിയാലോ ഏതൊക്കെയാണ് വ്യാജമായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല, എന്നാലും പറയാം. ഇത് നിങ്ങളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ ഡിജിറ്റൽ വെൽബീയിങ്ങിൽ പോവുക. അതിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്ക്രീൻ ടൈം നിങ്ങൾ യൂസ് ചെയ്യുന്നു എന്നറിയാം. എത്ര നേരം നിങ്ങൾ ഫോണിൽ ആപ്പുകളും ന്യൂസുകളും സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുമെന്ന് അറിയാം. അപ്പോൾ അത്രത്തോളം നേരമാണ് നിങ്ങൾ റീലുകൾ വഴിയും വാർത്തകൾ വഴിയും നിങ്ങൾ ഇത്രത്തോളം മിസ് ഇൻഫർമേഷനും തെറ്റായ വാർത്തകളും. ഒരു ദിവസം ശരാശരി 8 മണിക്കൂർ ഉറങ്ങുന്ന നിങ്ങൾ, അതിന്റെ എത്ര ശതമാനമാണ് ഈ വ്യാജ വാർത്തകളും ന്യൂസുകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്? അത് എത്രത്തോളമാണ് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത്? സംശയം, ദേഷ്യം, വിദ്വേഷം, മതഭ്രാന്ത് എല്ലാം ഇതിൽപ്പെടും. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.